വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടർ, അതേപോലെ ഇലക്ട്രീഷ്യൻ, അതേപോലെ ഓവർസിയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം, എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, എക്സാം വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ എന്ത് ചെയ്യാം, സിലബസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും. കുറച്ച് പേര് എന്ത് ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ച് കുറെ പേര് നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡ് വെച്ച് നമ്മൾ തുടങ്ങിയേക്കുന്നത്, വാട്ട്സ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകാം. ഇതിലിപ്പോ നമ്മളിപ്പോ പറയുന്നുണ്ടാവുക 60+20+10 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവുക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ, നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, മിനിമം ഒരു 3 to 4 hours എന്ത് ചെയ്യാം, ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. ഇനിയുള്ള ഒരു 90 ദിവസം എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ. എന്നാലും മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് ഇത് എന്താ പറയുക, എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഔട്ടർ ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാന്നല്ലാതെ അധികം ഡെപ്തിലേക്കൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 hours നിങ്ങൾ എന്ത് ചെയ്യാം, മിനിമം പെർ ഡേ സ്പെൻഡ് ചെയ്യണം. അതിന് കൂടെ എക്സ്ട്രാ എന്താ പറയണ്ടേ, വർക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സമയം എന്തായാലും ഉണ്ടാവും. അത് അവരെന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അല്ലാതെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് 4 hours ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു എ തിങ്, ഓർ യു ക്യാൻ തിങ്ക് യു കനോട്ട് ഡു എ തിങ്, യു ആർ റൈറ്റ്. അതായത് എന്താ, നിങ്ങൾക്കൊരു കാര്യം വിചാരിക്കാം, എന്ത്, എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ എന്താ ശരിയാണ്. അല്ലെങ്കിലോ, നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കാം, എന്ത്, എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടും എന്താ, കറക്റ്റ് ആണ്. അത് നിങ്ങൾ വിചാരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അല്ല, എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. രണ്ടും എന്താ, ശരിയാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം വിചാരിക്കാം, അതായത് നിങ്ങൾ ഇപ്പോഴുള്ള പൊസിഷനിൽ തന്നെ വേണോ നിൽക്കേണ്ടത്, അല്ല ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കണമെന്നില്ലായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഒരു ടോപ്പ് പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾക്ക് എന്താ അത് എത്താൻ വേണ്ടി പറ്റുന്നില്ല കാര്യം. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ആ ടോപ്പിൽ നിന്ന് എത്താൻ വേണ്ടി പറ്റില്ല, ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താ, അങ്ങനെയും നിങ്ങൾക്ക് എന്താ, നിൽക്കാം. ഓക്കെ. അതൊക്കെ എന്താ, നിങ്ങളെ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താ, ടോപ്പ് പൊസിഷനിൽ എത്തുന്നില്ല ഒരു വിചാരണ, ആ ഒരു തിങ്കിങ്ങിലായിരിക്കും ഉണ്ടാവാന്ന് വിചാരിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്താ, എല്ലാവരും എന്താ, ആ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തട്ടെ. നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം, ഒരു സ്ട്രാറ്റജി വേണം അല്ലെ. ഫസ്റ്റ് എന്താ, സിലബസ് അനാലിസിസ് തന്നെയാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ സിലബസ് കയ്യിലുണ്ട്. അപ്പോഴെന്താ, ആ ഒരു സിലബസ് എന്താ, നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക. ഓക്കെ. സിലബസ് നിങ്ങൾ എന്താ, ഫസ്റ്റ് പഠിക്കണം. സിലബസ് പഠിക്കാതെ നിങ്ങൾ ബാക്കിയുള്ളത് പഠിച്ചിട്ട് കാര്യമില്ല. സിലബസിലുള്ള കാര്യങ്ങൾ എന്താ, നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് പഠിക്കുക. ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ സിലബസ് പഠിക്കുക. പറ്റുവാണെങ്കിൽ ആ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ വാളിൽ എന്താ, പേസ്റ്റ് നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിയിൽ എന്താ, വെക്കുക. രണ്ടാമത്തെ എന്താ, സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഉള്ളിലുള്ള മൊഡ്യൂൾ എന്താ, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ മൊഡ്യൂൾ കൂടി പഠിക്കും. എന്നിരുന്നാലും മൊഡ്യൂൾ കുറച്ചും കൂടി ആഴത്തിൽ എന്താ പഠിക്കുക. കാരണം വെച്ചാൽ, എന്തുകൊണ്ട് ഈ മൊഡ്യൂൾ അനാലിസിസ് എന്ന് പറയുന്നത് വെച്ചാൽ, ചില ടോപ്പിക്കുകൾ എന്താ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ എന്താ, അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താ നമ്മൾ പഠിക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. നിങ്ങൾ ചിലപ്പം പറയാറില്ലേ, ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതാണ് കാരണം. എന്താ വെച്ചാൽ, ചില ഏരിയാസ് എന്താ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സ് നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പൊ അതിനാണ് എന്താ, മൊഡ്യൂൾ അനാലിസിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഈ മൊഡ്യൂൾ അനാലിസിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി എന്താ, നിങ്ങൾ നോക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി PYQs ഉണ്ടാവും. ആ ഒരു PYQs നോക്കിയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് നിങ്ങൾ എന്താ, കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് എന്താ, നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഏത് ടോപ്പിക്കോ അല്ലെങ്കിൽ ഏത് ഏരിയാസിനാണ് കൂടുതൽ ചോദിച്ചതെന്ന കാര്യങ്ങളൊക്കെ എന്താ, നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ അനാലിസിൽ എന്താ, നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പഠിക്കണം. മൂന്നാമത് എന്താ, പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യാം. അതായത് സിലബസ് പ്രകാരം എന്താ, നമുക്ക് എല്ലാ മൊഡ്യൂൾസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ, അല്ലെങ്കിൽ ഏതൊക്കെ ബുക്കുകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെന്താ, നമ്മളൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ എന്താ, നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് എന്താ, നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും,
ഇന്ന് ഇത്രയും പഠിച്ചത് പോരെ, നാളെ ഇനി കുറച്ച് ബാക്കി പഠിക്കാം, അല്ലെങ്കിൽ നാളെ പഠിച്ചത് എന്താ പറയണ്ടേ, നാളെ പഠിക്കാനാവില്ല, അങ്ങനെ ഇന്നിപ്പം പഠിച്ചു കഴിഞ്ഞാൽ പോരെ, അങ്ങനെയുള്ള പല ടോക്കുകളും വരുന്നുണ്ടാവും ബേസിക്കലി അല്ലെ. നാളെ പഠിക്കാന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ പഠിക്കാണ്ട് പറ്റുന്നുണ്ടാവില്ല, കാരണം വെച്ചാൽ നീണ്ടു നീണ്ടു പോകും. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചിലതിന് വെയിറ്റേജ് കൂടുതൽ കൊടുക്കണം, അല്ലെങ്കിൽ ചിലതിന് വെയിറ്റേജ് കുറവ് കൊടുക്കണം എന്നില്ലാരും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പഠിച്ചു പോകും, പക്ഷേ ഏറ്റവും അവസാനം ആകുമ്പോൾ എന്ത് സമയം ഉണ്ടാവില്ല, എക്സാം അടുത്തെത്തി എന്നുള്ള രീതിയിൽ വരും. അപ്പോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ആ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയതിനനുസരിച്ച് എന്താ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ എന്താ, റിവിഷനും എക്സാംസും. അതായത് നിങ്ങൾ എന്താ ഡെയിലി നിങ്ങൾക്ക് എന്താ റിവിഷൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഡെയിലി അതാത് ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താ അതാത് ദിവസം തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യണം. നെക്സ്റ്റ് ഡേ എന്താ വീണ്ടും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, അത് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്താ നിങ്ങൾ നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്യണം. ഓക്കെ, അതേപോലെ അങ്ങനെ വന്ന് വന്ന് വീക്കിലി എന്താ നിങ്ങൾ ആ ഒരു ആഴ്ചയോളം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താ റിവൈസ് ചെയ്യണം. അതുകൂടാണ്ട് നിങ്ങൾക്ക് എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അതൊക്കെ നിങ്ങൾ എന്താ ഫേസ് ചെയ്യുക. ഓക്കെ, എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾ എന്താ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ തറവായിട്ട് നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. റിവിഷന്റെ കൂടെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ത് ചെയ്യുക, ഓരോരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നില്ല. നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാംസ് അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് എക്സാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, നമ്മൾ പഠിച്ച ഒരു വേ കറക്റ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ആ ഒരു എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു സ്ട്രാറ്റജി എന്താ നിങ്ങൾ അവിടെ മാറ്റണം. അതായത് കുറച്ചും കൂടി ഡെപ്തിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു സ്ട്രാറ്റജി തെറ്റാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ അവിടെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ എക്സാംസ് പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ അതിന്റെ കൂടെ എക്സാംസും കൂടി അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുക എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഈ ഒരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, പക്ഷെ ആ ഒരു ടൈം ടേബിൾ എന്താ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അത് പാലിക്കാണ്ടെന്ന് കഴിഞ്ഞാൽ എന്താ കാര്യമില്ല, ഫോളോ ചെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ എന്താ കാര്യമില്ല. അത് നിങ്ങൾ എന്താ ഫുൾ ചാർജിൽ തന്നെ എന്താ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ റിവിഷനും, ആ റിവിഷന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താ എക്സാംസും കൂടി പഠിച്ച കാര്യങ്ങൾ എന്താ റിവൈസ് ചെയ്ത് ആ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് പോകും. അതിലുള്ള മിസ്റ്റേക്സ് ഒക്കെ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, ഇനിയിപ്പം 60 ദിവസം എന്ന് പറയുമ്പോൾ അധികം സമയം ഉണ്ട്, എന്നിരുന്നാലും അത് മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്താ മിസ്റ്റേക്സ് ഇനി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ എഴുതി വെച്ചാൽ എക്സ്ട്രാ ബെറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത പിന്നെ എന്താ, നമ്മളെല്ലാം സിലബസ് ഒക്കെ ഒരു 80% ഒക്കെ 90% കവർ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഫുൾ ലെങ്ത് മോക്കിലേക്ക് പോവുക. അതിനുള്ള റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഫുൾ ലെങ്ത് മോക്ക് ആകുമ്പോഴും നിങ്ങൾക്ക് എന്താ എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ബെറ്റർ ആയിട്ട് എന്താ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് എന്താ ഫുൾ ലെങ്ത് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെ ഫുൾ ലെങ്ത് മോക്ക് എക്സാം. നിങ്ങൾ വെറും പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, എക്സാംസും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പഠിച്ചത് ശരിയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ സെൽഫ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എന്ത് ചെയ്യാം അവിടെ നടത്തുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മോക്ക് എക്സാംസും ഫുൾ ലെങ്ത് മോക്ക് എക്സാംസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. എന്നാലും എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പം നിങ്ങൾ ഷെഡ്യൂളിന്റെ കാര്യം പറഞ്ഞു. ഷെഡ്യൂൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒന്നുകിൽ എന്ത് ചെയ്ത് നമ്മൾ പണ്ടത്തെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ ഇത്ര സമയം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, രാവിലെ ഇത്ര എന്തൊക്കെ ആക്കുന്നുള്ള രീതിയിലാക്കാം. അപ്പോ ഇത് വേണമെന്നൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ ഒരു കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾ വേണം. ഇത് വേണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ആ ഒരു ടൈം ലെങ്ത് തന്നെ പഠിക്കണം എന്നോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ചിലവരെന്ത് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ എന്താ, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ദിവസം ഞാൻ ഇത്രയും പോർഷൻസ് പഠിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് കൃത്യമായിട്ട് മാറിക്കുക. അത് ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തേ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു ദിവസത്തിനുള്ളിൽ എന്താ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാതെ എന്താ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചുകൂടാ. ഓക്കെ, അങ്ങനെ ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു രീതിയിലാക്കി, അതായത് ഒരു ദിവസം ഞാൻ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കും എന്നുള്ള രീതിയിൽ എന്താ നിങ്ങൾ ഏറ്റവും തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ നിങ്ങൾ എന്താ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അതൊക്കെ ഓരോ സജഷൻസ് നമ്മൾ പറയുന്നതാണ്. വേണമെങ്കിൽ എന്താ ഓരോ ദിവസം ഞാൻ ഇത്ര 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 ടോപ്പിക്കുകൾ പഠിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ എന്താ വീണ്ടും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ ടോപ്പിക് പഠിക്കാം. അല്ലെങ്കിൽ എന്താ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് ഒരു സ്ട്രാറ്റജിയോട് കൂടി എന്താ നമ്മൾ പോവാന്നുള്ളതാണ് ഇതിൽ
ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഓക്കെ. അല്ലാതെ ഞാൻ രാവിലെ 5 മണി തൊട്ട് 7 മണി വരെ പഠിക്കും, അല്ലെങ്കിൽ രാവിലെ 8 മണി, വൈകുന്നേരം 8 മണി തൊട്ട് 9 മണി വരെ പഠിക്കും, അങ്ങനെ വേണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്താ, നമുക്ക് കൃത്യമായിട്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ എന്ത് ഇത്രയും ടോപ്പിക്കുകൾ എന്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഓക്കെ. ഒരു എന്താ പറയണ്ട, ഒരു പ്ലാനിങ് എന്ത് നമുക്ക് വേണം. ആ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മള് എന്താ പറയണ്ടേ, ഇന്നിപ്പോ ഇത്ര പഠിച്ചോ, ഓക്കെ, ഇനിയിപ്പോ നാളെ എന്താ ബാക്കി പഠിക്കാൻ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും അവസാനമൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ പഠിച്ചിട്ട് എത്തിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ പല ഇഷ്യൂസ് നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു, ലാസ്റ്റ് മൊമെന്റിലാകുമ്പോൾ സമയമില്ല, നിങ്ങൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവായിരിക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത് എന്താ ബെറ്റർ ആണ്. ഇതില് ഷെഡ്യൂൾ ആക്കാതെ പഠിക്കുന്നവർ തന്നെ, ഷെഡ്യൂൾ ആക്കാതെ പഠിച്ചിട്ട് ടോപ്പേഴ്സ് ആയ കുറെ പേരുണ്ട്. ഓക്കെ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു എക്സെപ്ഷണൽ കേസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോ ഷെഡ്യൂൾ അവർക്ക് എന്താ ഷെഡ്യൂൾ ആക്കണമെന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരെന്താ ഷെഡ്യൂൾ ആക്കണമെന്നൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ എന്താ ബെറ്റർ ആണ്. അല്ലാത്തവരെന്താ ജസ്റ്റ് ഇതേപോലെ ഒരു ഷെഡ്യൂൾ ആക്കിയിട്ട് എന്താ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ ഒരു 75-25 സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അതായത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷനും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ? കാരണം വെച്ചാൽ നിങ്ങളൊരു ദിവസം ഒരു 4 മണിക്കൂർ പഠിക്കുന്നത്, 4 മണിക്കൂറാണ് നിങ്ങൾ എന്താ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. 3 മണിക്കൂർ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് 1 മണിക്കൂർ എന്താ പഴയ കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഏറ്റവും സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ കുഴപ്പമുണ്ടായി തോന്നില്ല. പിന്നെ പിന്നെ ആകുമ്പോൾ എന്താ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടി കൂടി വരുന്നുണ്ടാവും. അപ്പൊ അവിടെ എന്താ റിവിഷൻ അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിച്ച ടോപ്പിക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താ ഫേസ് ചെയ്യുക, അതൊരു ടൈപ്പ് ഓഫ് റിവിഷൻ ആണ്. അല്ലെ? അല്ലെങ്കിൽ എന്താ ഷോർട്ട് നോട്ട്സ്, അല്ലെ? ഷോർട്ട് നോട്ട്സ് നോക്കുക, അതെന്താ ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ ആണ്. അങ്ങനെ പല രീതിയിലുള്ള റിവിഷൻസ് ഉണ്ട്. ഓക്കെ. ഇനിയിപ്പം ഇത് 60 ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലോങ് ടേം സ്ട്രാറ്റജിയിലാണ് നമ്മൾ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവാം. ഓക്കെ. ഷോർട്ട് ടേം സ്ട്രാറ്റജി വേറെ, ലോങ് ടേം സ്ട്രാറ്റജി വേറെ. അപ്പോ 75-25 സ്ട്രാറ്റജി എന്താ നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യം. പിന്നെ ഇപ്പൊ നമ്മൾ സ്റ്റഡി പ്ലാന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിപ്പോ നമ്മളൊരു 60+20+10 എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അല്ലെ? ഏറ്റവും ആദ്യം നമ്മളിപ്പം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഏറ്റവും അതിന്റെ ഓംസ് ലോ കാര്യങ്ങൾ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു മൊഡ്യൂളിലേക്ക് വരുന്നത്. അല്ലെ? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, അതേപോലെ കെ വി എൽ, കെ സി എൽ, ഓംസ് ലോ, പവർ എനർജി, അതുപോലെ റെസിസ്റ്റൻസ്, സീരീസ് പാരലൽ കമ്പനി, അതൊക്കെ നമുക്ക് എന്താ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾ ടോപ്പിക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്താ അതുമായി റിലേറ്റ് ചെയ്ത എക്സാംസും കൂടി എന്താ നിങ്ങൾക്ക് അവിടെ ബേസിക്കലി എന്താ എക്സാംസും കൂടി എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും കൂടി എന്താ നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ രണ്ടാമത്തെ എന്താ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം. അതിന് നമ്മളൊരു 5 ദിവസം നമ്മൾ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഓൾറെഡി ഇവിടെ 3 ദിവസം കൊണ്ട് നിങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി നിങ്ങളോട് പഠിച്ചു. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസത്തിന് നമ്മൾ എന്താ ഒരു 4 ദിവസം മതിയാവും. പിന്നെ ഇതിന്റെ അവിടെ ഒരു ദിവസം നമ്മൾ എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു റിവിഷനും കൂടി വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ ഒരു കുറച്ച് എന്താ പറയണ്ട ഒരു കുറച്ച് എല്ലാം കൂടി അടുപ്പിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു മടുപ്പാവാണ്ടിരിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് എന്ത് സ്പെൻഡ് ചെയ്യാം, വേറെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു 5 ഡേ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ക്യുമുലേറ്റീവ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ആക്കിയേക്കുന്നത്. ഓക്കെ. പിന്നെ എന്താ എ സി ഫണ്ടമെന്റൽസ്, അല്ലെ? അപ്പൊ എ സി ഫണ്ടമെന്റൽസ് ആണെങ്കിലും എന്താ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആർ എം എസ് വാല്യൂ, ഫോം ഫാക്ടർ, പി ഫാക്ടർ, അപ്പൊ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അല്ലെ? ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട് അതൊക്കെ എന്താ നമ്മൾ 5 ദിവസം നമ്മൾ കൊടുത്തത് 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഒരു ഡേ എന്ന് വെച്ചാൽ എന്താ ഇത്രയും പഠിച്ച കാര്യങ്ങൾ മൊത്തം ഉണ്ട്. അല്ലെ? പഠിച്ച് ഇപ്പം എ സി ഫണ്ടമെന്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കൂടി എന്താ ഒരു റിവിഷൻ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ 5 days എന്നുള്ള രീതിയിൽ നമ്മളവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതിന്റെ അടുത്ത് എന്താ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, അല്ലെ? മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, സി ആർ ഒ എല്ലാം ഉണ്ട്, സി ടി പി ടി എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 ദിവസം കൊണ്ട് മതിയാവും. അല്ലെ? അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അവിടെ മതിയാവും. പിന്നെ എന്താ ഒരു ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ റിവിഷന് വേണ്ടിയിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെ? അപ്പൊ 4 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആയി. ബാക്കി 2 ദിവസം എന്താ നിങ്ങൾ അതുവരെ പഠിച്ച കാര്യങ്ങൾക്കൊക്കെ റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത 5-മത്തെ മൊഡ്യൂള് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ല്. അത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അല്ലെ? 2 അല്ലെങ്കിൽ 3 ദിവസം. പിന്നെ ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. പിന്നെ അടുത്ത എന്താ വയറിംഗ് ആക്സസറീസ് നമ്മൾ 6 ദിവസം കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് അത്യാവശ്യം അതിൽ ഇലുമിനേഷൻ, അതേപോലെ എർത്തിങ് ഒക്കെ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വയറിംഗ് ആക്സസറീസിന് ഒരു 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം, 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം, നിങ്ങൾ ഒരു 6 ദിവസം നല്ല രീതിയിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ മെഷീൻസ്, ഡി സി മെഷീൻസ് നമ്മൾ 8 ദിവസവും, എ സി മെഷീൻസിന് 11 ദിവസം കൊടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ 7ഉം 12 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. പിന്നെ 12-മത്തെ ദിവസം ഇതായി. ഓക്കെ. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് 6 ദിവസവും, പവർ ഇലക്ട്രോണിക്സ് 6 ദിവസം. അപ്പൊ ഇത് ടോട്ടൽ എത്ര ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, 60 days. ഓക്കെ. ഇതിൽ തന്നെ എന്താ ഒരു റൗണ്ട് റിവിഷൻ അവിടെ കഴിഞ്ഞു.
ഒരു റൗണ്ട് റിവിഷൻ ഇതിന്റെ കൂടെ തന്നെ കഴിഞ്ഞു ഇല്ലേ? കാരണം എന്താ, നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും റിവിഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ മാറ്റാം. ഓരോ 10 ദിവസം കൂടുമ്പോൾ റിവിഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അവിടെ സെറ്റ് ആക്കാം. എന്നാലും എന്ത് ചെയ്യാം, 60 ദിവസം എന്ന് പറയുമ്പോൾ ഒരു 6 ദിവസം കൂടി എക്സ്ട്രാ വരും. അപ്പോൾ 60+6 എന്ന് വേണമെങ്കിൽ വരും. ഓരോ 10 ദിവസം കൂടുമ്പോഴേ അതാത് 10 ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴെന്താ 6 ദിവസം, ആ ഒരു 10ൽ എന്താ 6 ദിവസം പോയിട്ടുണ്ട്, ബാക്കി എത്ര 4 ദിവസം ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ 20 ഡേയ്സ് പ്ലാൻ ആണ്. 20 ഡേയ്സ്, ഈ 20 ഡേയ്സ് എന്ന് പറയുന്നത് എന്താ, അവിടെയും നമ്മൾ സ്വാഭാവികമായിട്ടും റിവിഷൻ പ്ലസ് സബ്ജക്ട് വൈസ് എക്സാംസ് പ്ലസ് അറ്റ്ലീസ്റ്റ് എന്താ ഒരു മോക്ക് എക്സാം എങ്കിലും ഈ 20 ദിവസങ്ങൾ എഴുതണം. ഓക്കെ, ഒരു മോക്ക് എക്സാം അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും എത്ര 3 മണിക്കൂറേ ഉള്ളൂ. 90+90 180, 3 മണിക്കൂറായി. പിന്നെ അതിന്റെ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് കൊടുത്ത് ഒരു 4 മണിക്കൂർ എഴുതണം. അറ്റ്ലീസ്റ്റ് ഒരു മോക്ക് എക്സാം എന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 10ഉം കൂടിയിട്ടാണ് നമ്മൾ 2 ദിവസം കൊടുത്തേക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ അത് ഒരു മൊഡ്യൂൾ 1 ഏറ്റവും അധികം പഠിച്ചാൽ മൊഡ്യൂൾ 10 നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചു. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മൊഡ്യൂൾ 1+10 2 ഡേയ്സ് എന്ന രീതിയിൽ, പിന്നെ മൊഡ്യൂൾ 2+9ഉം 2 ഡേയ്സും ഉണ്ട്. അവിടെ നമ്മൾ എന്താ റിവിഷനും സബ്ജക്ട് വൈസ് എക്സാംസും മോക്ക് എക്സാംസും. പിന്നെ മൊഡ്യൂൾ 8ന് മെഷീൻസിന് മാത്രമായിട്ട് DC മെഷീൻസിന് മാത്രമായിട്ട് ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. DC മെഷീൻസിന് മാത്രമായിട്ടും 2 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ മൊഡ്യൂൾ 5, 6ഉം 2 ദിവസം കൊണ്ട്, മൊഡ്യൂൾ 3, 4 2 ദിവസം കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊഡ്യൂൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞ ഇതിൽ കൊടുക്കാം. അതിനോട് തന്നെ മൊഡ്യൂൾ 10 എന്ന് പറയുമ്പോൾ ഒരു 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി അല്ലെ? അപ്പം പിന്നെ ആദ്യം വീണ്ടും എന്താ അവിടെ പണി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മൊഡ്യൂൾ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ തേർഡ് റൗണ്ട് റിവിഷൻ ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ വീണ്ടും തേർഡ് റൗണ്ട് റിവിഷൻ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്തു. മൊഡ്യൂൾ 2+8 2 ഡേയ്സ്, പിന്നെ മൊഡ്യൂൾ 1+7+10 2 ഡേയ്സ്, മൊഡ്യൂൾ 9+6 2 ഡേയ്സ്, മൊഡ്യൂൾ 3+4+5 2 ഡേയ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ എന്തായി, വീണ്ടും അവിടെ എന്തായി 10 20 ദിവസം. അപ്പൊ 60+20, അപ്പൊ ഇത്ര ടോട്ടൽ 80 ദിവസം ആയിട്ടുണ്ട്. 90 ഡേയ്സ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ദിവസം നമ്മൾ നേരത്തെ ഓരോ 60 ദിവസത്തിലെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ഓരോ റെസ്റ്റ് ഡേ അല്ലെങ്കിൽ റിവിഷൻ കൂടുമ്പോൾ വീണ്ടും അവിടെ 6 ദിവസം, ബാക്കി എത്രയുള്ള 4 ദിവസമാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു 4 ദിവസം നിങ്ങൾ ഇതെല്ലാം റിവൈസ് ചെയ്യുക. അതേപോലെ കംപ്ലീറ്റ് എത്ര മോക്ക് എക്സാംസ് എഴുതാൻ വേണ്ടി പറ്റും അതൊക്കെ മോക്ക് എക്സാംസ് എഴുതുക. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസും വരുന്നുണ്ടാവും അല്ലെ? സോഷ്യൽ മീഡിയാസ്, അതേപോലെ പല രീതിയിൽ ഫങ്ഷൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. പറ്റുന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പറ്റുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കുമ്പോൾ മൊബൈൽ ഇപ്പം എന്തായാലും ഉണ്ടാവുമല്ലോ, മൊബൈൽ നോക്കിയിട്ട് അറിയുള്ളൂ നിങ്ങൾ എന്താ പറയണ്ട, ഓൺലൈൻ കോച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ നോക്കിയിട്ടായിരുന്നു പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അതിലൊന്നിലും മെസ്സേജ് വരുമ്പോഴെന്നെ നേരെ വാട്സാപ്പിൽ പോയിട്ട് പിന്നെ അത് സ്ക്രോൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നേരെ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പല ഡിസ്ട്രാക്ഷൻസും വരുന്നുണ്ടാവും. ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠനത്തിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ നമ്മളൊരു സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പോലെയുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് 90 ദിവസം കൊണ്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കറക്റ്റ്, യു ആർ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു പൊസിഷന് ഈ ഒരു ടോപ്പിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോ ഓക്കെ, നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.